ചേട്ടനൊരു കഥയെ കൂടി പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താ പറയട്ടാ? അതായത് ഒരു 30 വർഷം മുമ്പുള്ള കഥയാണ്. ഒരു സ്ത്രീക്ക് പ്രസവവേദന വരുന്നു. രാത്രിയാണ് സംഭവം. ആ സ്ത്രീയുടെ ഭർത്താവും അതേപോലെ ആങ്ങളെയും ചേർന്ന് അവരെ പൊക്കിയെടുത്ത് ഒരു കോച്ച് കസേരയിൽ വെച്ച് അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് കടവ് വരെ വഞ്ചിയിലേക്ക് പോവുകയാണ്. കടവിലെത്തിയതിനു ശേഷമാണ് വഞ്ചി അറേഞ്ച് ചെയ്യുന്നത്. വഞ്ചി അറേഞ്ച് ചെയ്തതിനു ശേഷം ആ വഞ്ചിയില് കോച്ച് കസേരയില് പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ കയറ്റിവെച്ചിട്ട് കസേര വഞ്ചിയിൽ കെട്ടിവെച്ച് തുഴയുകയാണ്. അതായത് വാത്തിയാട് ജെട്ടിയിൽ നിന്ന് പൂത്തോട്ട ജെട്ടിയിലേക്ക് തുഴയുകയാണ്. അപ്പൊ പങ്കായം 2 ഉള്ളൂ. അവിടെ ഇരുന്ന ഒരു മടലും കൂടി വെട്ടിയെടുത്തിട്ട് ബാക്കിയുള്ളവർ കൂടി തുഴഞ്ഞ് പൂത്തോട്ട ജെട്ടി ചെന്ന് അവിടുന്ന് വണ്ടി വിളിച്ച് തൃപ്പൂണിത്തുറ ചെന്ന് ആ സ്ത്രീ എന്ത് ചെയ്യാണ്, പ്രസവിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടി ജനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. അതിനുശേഷം കുട്ടി ജനിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ഇന്ന് 30 വയസ്സിനടുത്തായി. അയാളിപ്പോ കണ്ണൂര് ഒരു താൽക്കാലികമായിട്ട് ജോലിയാണ്. അയാളുടെ പേര് തരുൺ എന്നാണ്. ഞാനാണ് അയാൾ. ഇദ്ദേഹം തന്നെയാണല്ലേ താങ്കൾ? അത് തന്നെയാണ് ഹർഷൻ. ഒരു വല്ലാത്തൊരു കഥയാണ്. കാരണം ആ വഞ്ചിയിൽ യാത്ര ചെയ്ത അല്ലെങ്കിൽ വഞ്ചിയിൽ ഒരു ഗർഭിണി യാത്ര ചെയ്തു. ആ ഗർഭിണിയുടെ മകൻ ഇന്നതാ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എന്റെ നാട് പെരുമ്പളാണ്. ഇവിടെയാണ് ജനിച്ചത്. വളർന്നത് വയനാട്ടിലാണ്. അച്ഛന് ജോലി കിട്ടിയതിനു ശേഷം വയനാട്ടിലേക്ക് ഇപ്പോഴും ആ കഥകളൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും. അത് പാല ഉദ്ഘാടനം, അതായത് VS-ന്റെ കാലത്ത് ആദ്യം സർവേ വെച്ച കാലത്തിന് ശേഷം അത് ആ കഥ ഞങ്ങൾ വീട്ടിൽ പറയാത്തതായിട്ട് ഒരു ദിവസം പോലും ഇല്ല. അത് വളരെ ഇത് കേവലം ഒരുപാട് കഥകളിൽ ഒരു കഥ മാത്രമാണ്. നിരവധി കഥകളുണ്ട്. ആയിരം കഥകൾ. അതായത് ഈ ദ്വീപിൽ എന്നു മുതലാണോ ആളുകൾ താമസം തുടങ്ങിയത് ആ കാലം മുതൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെയുള്ള കഥയാണ് ഈ പറഞ്ഞത്.